ശ്രീരാമ ഗവൺമെൻറ് പോളിടെക്നിക്കിൽ നിന്നും ട്രാൻസ്ഫറായി പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷെജിൻ സാറിന് അലുമിനി ടീം ഒരുക്കിയ യാത്രയപ്പ് വിരുന്നാണിത്. ബഹുമാന്യനായ സെക്രട്ടറി പവിത്രൻ ഇയാനി സാറാണിത്. ഞങ്ങളങ്ങനെ ലിഫ്റ്റ് വഴി മുകളിലോട്ട് പോകുകയാണ്. ഞങ്ങൾ മുകളിലെത്തുമ്പോഴേക്കും അത്യാവശ്യം എല്ലാവരും എത്തിയിരുന്നു. അലുമിനി ടീമിനെ കുറിച്ച് പറയാൻ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ പലതവണ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴും മാറ്റിവെച്ചൊരു സംഗതിയാണിത്. പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളടങ്ങിയ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ശ്രീരാമയുടെ അലുമിനിയം ടീം. വേദിയിലിരിക്കുന്നത് മുൻ പ്രിൻസിപ്പളായ ഇക്കയും പിന്നെ ഷെജിൻ സാറിൻ്റെ വൈഫും ഷെജിൻ സാറും അക്രഡിറ്റേഷൻ പ്രോസസ്സിനായി അവിടെ വന്ന വേണു സാറുമാണ്. താൽക്കാലികമാണ് അദ്ദേഹം ഇപ്പോൾ അവിടെ പ്രിൻസിപ്പളായി ചാർജ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇയാനിസ് സാർ നമ്മുടെ ഇക്കയെക്കുറിച്ചും ഷെജിൻ സാറെക്കുറിച്ചും വളരെ മനോഹരമായി സംസാരിക്കുകയാണ്. ഒരുപാട് സ്നേഹമാണ് കേട്ടോ. ഒരു ഭയങ്കര അതാണ് നമ്മൾ വീണ്ടും വീണ്ടും അവരിലേക്ക് എത്തിക്കുന്നത്. ഒരു നല്ല അധ്യാപകൻ എന്ന നിലയിൽ ഒരുപാട് ആദരവുകൾ അർഹിക്കുന്ന നല്ലൊരു വ്യക്തിത്വം തന്നെയാണ് നമ്മുടെ ഷെജിൻ സാർ. കാരണം എനിക്കൊരു സഹോദര തുല്യനായിട്ടൊക്കെ തോന്നാറുണ്ട്. അത്രയും വളരെ എന്താ പറയുക, നിഷ്കളങ്കനായ സാർ എന്ന് പറയില്ലേ, അതുപോലെ എനിക്ക് ഫീൽ ചെയ്ത നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ്. ഇപ്പോൾ സംസാരിക്കുന്നത് വേണു സാറാണ്. വളരെ നല്ല തന്മയത്വത്തോടുകൂടി കാര്യങ്ങളെ കൊണ്ടുപോകാൻ കഴിവുള്ള നല്ലൊരു പ്രിൻസിപ്പൾ തന്നെയാണ് അദ്ദേഹം. ഞാൻ ഇവിടെ വന്നപ്പോൾ അതിന് മുമ്പ് വർക്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പിന്നീടാണെങ്കിലും അലുമിനിയുടെ ആക്ടിവിറ്റീസ് ഒക്കെ അലുമിനിയായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും ഉടനെ നമ്മൾ ഷെജിനെയാണ് കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ നാസർ സാറ് ഉള്ളപ്പോഴും ഞാൻ കുറച്ച് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മുമ്പ് ടീച്ചർ ആ സമയത്തൊക്കെ. ഷെജിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഇവിടെ വർക്ക് പഠിച്ചിരുന്ന ആൾക്കാർ മുതൽ ഇപ്പോൾ ഏറ്റവും ജൂനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വരെ കോണ്ടാക്ട് ഉണ്ട് എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ഷെജിന്റെ ആ ഒരു ഇന്ററാക്ഷന്റെ പ്രത്യേകത ഉണ്ടായിരിക്കും. എല്ലാവരോടും വളരെ സൗഹാർദ്ദപരമായിട്ട്, അത് ഓഫീഷ്യലാണെങ്കിൽ പോലും നമ്മൾ സ്വന്തം ഒരാളെ പോലെ ഉള്ള ഒരു പെരുമാറ്റം കൊണ്ടായിരിക്കും എല്ലാവരും ആ ഒരു രീതിയിലേക്ക്, ഏത് ആക്ടിവിറ്റി ആണെങ്കിലും ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഇടപഴകുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഷെജിന് എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ട ഒരാളായിട്ട് മാറിയതും അതുകൊണ്ടായിരിക്കാം. വേണു സാറ് പറഞ്ഞത് വാസ്തവം തന്നെയാണ് കേട്ടോ. ആരോട് ചോദിച്ചാലും ഷെജിൻ സാറിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമേ കേൾക്കാൻ സാധ്യതയുള്ളൂ. അതുപോലെ മുൻ പ്രിൻസിപ്പളായ ഇക്കാക്കും വളരെ പ്രിയപ്പെട്ട ഒരാളാണ് ഷെജിൻ സാറ്. മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള ഷെജിൻ സാറിൻ്റെ വൈഫ് ഡോക്ടർ അനീന, മറ്റ് അലുമിനി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് അലുമിനിയുടെ അവരുടെ ഫാമിലി, ഹിന്ദു, മറ്റ് ഞാൻ വന്നതാണ്. എന്നെ ക്ഷണിച്ചോന്ന് തന്നെ ഞാൻ ചോദിച്ചിട്ടില്ല, ഓടി വന്നതാ. ഞാൻ ചോദിച്ചിട്ടില്ല. എൻ്റെ പേര് പറയാത്തോണ്ട് പിന്നിൽ നിന്ന് എൻ്റെ പേര് പറയാണ് ഇക്കാനോട്. കാരണം അത്രയും പ്രത്യേകം ക്ഷണിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ അവിടെ ചെന്നത്. എന്നാലും ഞാൻ തമാശക്ക് പറഞ്ഞു, എന്നെ വിളിച്ചോന്ന് തന്നെ ഞാൻ അറിയില്ല എന്നൊക്കെ വെറുതെ പറയുന്നുണ്ടായിരുന്നു. അത്രയും സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷമാണ് ഞാൻ പോയത് മുതൽ, അതായത് ശ്രീരാമയിൽ കാലം കുത്തിയത് മുതൽ അവിടെ കണ്ടത്. നേരത്തെ വേണു സാർ സൂചിപ്പിച്ച പോലെ കൂടെ ഇടപഴകുന്നവരോട് വളരെ കാര്യക്ഷമമായി കൃത്യനിഷ്ഠയോടുകൂടി ഇന്നസെൻ്റ് ആയിട്ട് പെരുമാറാനുള്ള ഷെജിൻ്റെ ആ ഒരു കഴിവായിരിക്കാം ഒരു മൊമെന്റുമാണ്. അപ്പോൾ ഷെജിന്റെ ഷാളണിയിക്കാൻ നമ്മളുടെ അലൂമിനിയിലെ സീനിയർ മോസ്റ്റ് മെമ്പറായ ശ്രീ പ്രസന്നൻ അവറുകളെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. നോക്കുമ്പോൾ വലത് ഭാഗത്ത് നിൽക്കുന്നത് ശ്രീനിവാസൻ സാറാണ് കേട്ടോ. ഇദ്ദേഹത്തെ കുറിച്ചൊക്കെ പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ശരിക്കും ഇവര് അന്ന് കോളേജിന് വേണ്ടി ചെയ്ത സേവനങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ഇത്ര വേഗിച്ചത്. പക്ഷെ എന്നിട്ടും അതൊന്നും നടന്നില്ല. പിന്നീട് ഒരിക്കൽ വിശദാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതൊക്കെ വമ്പം പുലികളാണ്. വമ്പം പുലികൾ എന്ന് പറഞ്ഞാൽ അത്രയും പ്രഗത്ഭരായ ആൾക്കാരാണ്.
ഇപ്പോൾ സംസാരിക്കുന്നത് മുൻ JD ആയിരുന്ന നമ്മുടെ ജോണി സാറാണ്. ഇദ്ദേഹം ശ്രീരാമയുടെ മുൻ പ്രിൻസിപ്പളും കൂടിയായിരുന്നു. വെറും പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ പോരാ, നല്ല പ്രിൻസിപ്പൾ ആയിരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ ആശിച്ചിട്ടുള്ള സ്ഥലമാണ് MTI. എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊന്നും നമ്മുടെ പോളിടെക്നിക്കിലൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് കാലത്ത്. അത്രയും നല്ല പഴയൊരു പോളിടെക്നിക്കാണ്. അവിടേക്ക് പോകുന്നത് മാത്രമല്ല, ഇനി പോകുന്നതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞാനൊക്കെ ഇവിടുന്ന് പോയത് കണ്ണൂർക്കാണ്, ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയത്. ഇത് വീട്ടിൽ നിന്ന് തന്നെ പോകാവുന്ന സ്ഥലത്തേക്ക് കിട്ടിയത് മഹാഭാഗ്യമാണ്. പിന്നെ അലിമിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം അലിമിയുടെ ട്രഷറായിട്ട് വർക്ക് ചെയ്തുള്ള ഒരു അഭിമാനം അത് ഷജിന് മാത്രമുള്ളതാണ്. വേറെ ആർക്കും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും ഞാൻ ഷജിന് ഭാവി ജീവിതത്തിൽ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ട്രാൻസ്ലേഷൻ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ക്രിയ, അത് നമ്മൾ ഒരുമിച്ച് പോകാന്നല്ലാതെ സജിനെ സംബന്ധിച്ചിടത്തോളം ശ്രീരാമ പോളിടെക്നിക്കിലെ അലുമിനിയും ശ്രീരാമ പോളിടെക്നിക്കും ഒന്നും മാറ്റി നിർത്തി ഇനി ജീവിക്കാൻ നിവൃത്തിയില്ല. അത്രയധികം ആത്മീയമായി അലിഞ്ഞേർന്നിട്ടുള്ള ഒരു ഹൃദയമാണ്. എല്ലാ സമയത്തും ആത്മാർത്ഥമായി മുഴുകി ആ ക്രിയകളിൽ മുഴുകി ജീവിക്കുന്ന ഒരു ആളാണ് സജിൻ. സജിൻ എന്ന് പറഞ്ഞ ആത്മാർത്ഥതയുടെ നിറകുടമാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. സജിൻ എന്റെ വ്യക്തിപരമായി എന്റെ കുടുംബത്തിന്റെ കൂടി അറിയിക്കാൻ പറഞ്ഞത് സജിൻ ഞങ്ങൾ എല്ലാവിധ നന്മകളും നേർന്നു. ഔദ്യോഗികമായും ജീവിതത്തിൽ സമാധാനം സന്തോഷം ഉണ്ടാവട്ടെ എന്ന് നേർന്നുകൊണ്ട് അവസാനം. ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥി കൂടിയാണ്. ഇത് നമുക്ക് നിസ്സാര നഷ്ടമല്ല. ഇതുപോലെ കാര്യങ്ങൾ ട്രഷറാണെങ്കിലും ആ ട്രഷറുടെ ജോലി മാത്രമല്ല മറ്റേ ഷെജിൻ ചെയ്തുകൊണ്ടിരുന്നത്. മൊത്തത്തിൽ അതിലൂടെ എല്ലാ കാര്യവും നോക്കി നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഇതുപോലൊരു വ്യക്തിനെ ഞങ്ങൾക്ക് കിട്ടാൻ പ്രയാസമാണ്. ഇവിടെ കൂടിയിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, സജിൻ സാറിന് ഒരു സെൻഡ് ഓഫ് കൊടുക്കുന്നതിനായിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു സജിൻ സാറിൻ്റെ ക്വാളിറ്റീസ്. ഞാൻ വളരെ കുറച്ചു കാലത്തെ അടുപ്പമേ എനിക്കുള്ളൂ. ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ എവർ സ്മൈലിംഗ് ഫേസ് ആണ് ഷജിൻ. അതുപോലെ വർക്കുകൾ ഏറ്റെടുത്താൽ അത് നടത്തി കംപ്ലീറ്റ് ആക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന്. സദസ്സിനുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സജിൻ സാറിനെ പറ്റിയാണ് നമുക്ക് ഇവിടെ പറയേണ്ടത്. അത് ഈ സദസ്സിന് അതിനൊരു വാലിഡേഷനാണ്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാർ ഈ ഒരു ഫംഗ്ഷനിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ആളുടെ ആ ഇമ്പോർട്ടൻസ് ആണത്. എന്തൊരു കാര്യത്തിനും അലുമിനിയുടെ ഭാഗത്തുനിന്ന് എന്തൊരു കാര്യത്തിനും പോസിറ്റീവ് അല്ലാണ്ട് നെഗറ്റീവ് നോ എന്നുള്ള ഒരു ഇതുമില്ല. എല്ലാം പോസിറ്റീവ് ആയിരിക്കും. എന്ത് കാര്യം പറഞ്ഞാലും ആള് യെസ് റെഡിയുള്ള ഒരു വ്യക്തിയാണ്. എല്ലാവർക്കും അതായത് എന്ത് നമുക്ക് പറയാനും അതില് എല്ലാ മീറ്റിങ്ങിലും ആളുടെ പ്രസൻസ് ഉണ്ടാവും. ബാക്കി ഈവൻ അലുമിനികളുടെ പ്രസൻസ് വളരെ അപൂർവമുള്ള അങ്ങൊരു എങ്ങനെയാണ് അവിടെ വന്നിരിക്കുന്നതാണ്. അത് പ്രത്യേകം പറയേണ്ടതാണ്. പിന്നെ അക്രഡിറ്റേഷന് വേണ്ടി ആളുടെ കുറേ എഫേർട്സ് ഉണ്ടായിരുന്നു. വളരെ എഫേർട്സ് എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും അലുമിനിയായിട്ട് കമ്മ്യൂണിക്കേഷനോ ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ചെയ്യണം അതിന്റെ ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു അദ്ദേഹം തന്നെയാണ്. പിന്നെ ആളുടെ പ്രത്യേകത എന്ന് വെച്ചാല് ആള് 5 പ്രിൻസിപ്പൾമാരായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുമ്പോ 5 പ്രിൻസിപ്പാൾമാരെ. അപ്പൊ പ്രിൻസിപ്പാളുടെ എക്സ്പീരിയൻസ് തന്നെ വളരെയധികം ആയിട്ടുണ്ട്. അപ്പൊ ഇൻ ഫ്യൂച്ചറിൽ ഇനി ഞങ്ങൾക്കൊരു ഒരു പ്രിൻസിപ്പാളായിട്ടുള്ള ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ആണ് ആൾക്കുള്ളത്. 5 പ്രിൻസിപ്പാൾമാരായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അതും എങ്ങനത്തെ എക്സ്പീരിയൻസ് ആ പ്രിൻസിപ്പാൾമാരോട് ചോദിക്കണം. ഈസ് ദ ബെസ്റ്റ് വൺ. അതെ. അപ്പോ എല്ലാ ഭാവുകങ്ങളും പോയിടത്തും ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള എല്ലാ ഇതുകളും ആശംസിക്കുന്നു. ഇതിലിരിക്കുന്നവർക്കും നമ്മുടെ കൂട്ടുകാർക്കും നമസ്കാരം. ഇതിനെപ്പറ്റി കൂടുതലൊന്നും എനിക്കും പറയാനില്ല, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത് സിജിൻ എന്നൊരു ക്രിട്ടിക്കൽ സമയത്തിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട്
ബാക്കി എല്ലാ വിവരങ്ങളും പ്രിൻസിപ്പാൾ, 2 പ്രിൻസിപ്പാളും പിന്നെ എല്ലാവരും പറഞ്ഞു വയ്ക്കും. അപ്പോൾ വിസിജിനെ ഞാൻ എല്ലാ ഭാഗങ്ങളും ഫ്യൂച്ചറിൽ നേരിടും. സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. വെരി ഗുഡ് ഈവനിങ്. ഷെജിൻ മാഷെ പറ്റി ഇപ്പോൾ ഒരുപാട് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. കൂടുതലെന്ന് വെച്ചാൽ 2004 ഞങ്ങളുടെ കൂടെ വന്ന് എറണാകുളത്ത് നിന്ന് ഒരു 12 പേര് ഒരു ബാച്ചായിട്ട് വന്നിരുന്നു. 72 ബാച്ച്. അതിലൊരു ജയപ്രാജ് ഉണ്ടായിരുന്നു. കുറച്ച് സാമ്പത്തികമുള്ള വ്യക്തിയായിരുന്നു. നല്ലപോലെ സപ്പോർട്ട് ചെയ്തിരുന്നു. ലീഗലി ആളെന്ന് വെളുപ്പിന് 4 മണിക്ക് മരിച്ചു. വൈകിട്ട് ഞാൻ ഗ്രൂപ്പിലിട്ടിരുന്നു. വൈകിട്ട് 4 മണിക്കായിരുന്നു എൻ്റെ സംസ്കാരം. ഞാൻ രാവിലെ അവിടെ പോയിട്ട് നമ്മുടെ അലുമിനിയുടെ ഒരു എഴുത്ത് വെച്ചു. കാരണം അവരുടെ മകൻ എന്നെ വിളിച്ചു പറഞ്ഞു മറ്റും പോയിന്ന്. ഇനി നമുക്കൊരു പാട്ട് കേട്ടാലോ? ഒരു മുഖം മാത്രം കണ്ണിൽ, ഒരു സ്വരം മാത്രം കാതിൽ, ഉറങ്ങുവാൻ കഴിഞ്ഞില്ലല്ലോ. നിറം ചാർത്തുമോർമതൻ താഴ്വരയിൽ എന്റെ സ്വപ്നവാത്മീകങ്ങൾ തകർന്നു വീണു. നിറം ചാർത്തുമോർമതൻ താഴ്വരയിൽ എന്റെ മൗനവാത്മീകങ്ങൾ തകർന്നു വീണു. വിരഹത്തിൻ വീണ പാടി വിധിയാരറിഞ്ഞു. മുഖം മൂടി അണിഞ്ഞിട്ടും മിഴിച്ച പിൻമുത്തുകളെ മറയ്ക്കുവാൻ കഴിഞ്ഞില്ലല്ലോ. ഈ പ്രായത്തിലും ഇങ്ങനെയൊക്കെ പാടാൻ കഴിയുന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. നമുക്കൊന്ന് അഭിനന്ദിക്കാം അല്ലേ? ഒരു സ്വരം മാത്രം. ഞാനും 2 വാക്കൊക്കെ സംസാരിച്ചിരുന്നു. ഞാനൊരു പാട്ട് പാടാൻ പോകണം കേട്ടോ. പ്രയത്നത്തിന് ശേഷം താളത്തിനൊപ്പം പാടാൻ പറ്റിയ എല്ലാവരും താളം വെച്ചോളൂ കേട്ടോ. ഇതന്നെ കുട്ടനാടൻ പുഞ്ചയിലെ കിട്ടിത്താരത്തേയിലെ കൊച്ചു പെണ്ണെ കുയിലാലെ കിട്ടിത്താരത്തേയിലെ കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. ഓദിത്തിത്താരാദിത്തിത്തൈ തിത്തൈതകതൈതൈതോ വരവേൽപ്പാനാളു വേണം, കൊടി തോരണങ്ങൾ വേണം. വിജയശ്രീലളിതരായി വരുന്നു ഞങ്ങൾ. ഓദിത്തിത്താരാദിത്തിത്തൈ തിത്തൈതകതൈതൈതോ കറുത്ത ചിറകു വെച്ചു തിത്തിത്താരത്തെയ്തൈ അരയെന്ന കിളി പോലെ തിത്തിത്താരകതൈതൈ കുതിച്ചു കുതിച്ചു പായും കുതിര പോലെ. ഓദിത്തിത്താരാദിത്തിത്തൈ തിത്തൈതകതൈതൈതോ കറു തോൽവി എന്തെന്നറിയാത്ത തലതറിയാത്ത കാവാലം ചുണ്ടലിത ജയിച്ചു വന്നേ. ഓദിത്തിത്താരാദിത്തിത്തൈ തിത്തൈതകതൈതൈതോ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. ഓദിത്തിത്താരാദിത്തിത്തൈ തിത്തൈതകതൈതൈതോ തെങ്ങോലകൾ പൊന്നോലകൾ മാടി മാടി വിളിക്കുന്നു. തെന്നൽ വന്നു വെഞ്ചാമരം വീശിത്തരുന്നു. ഓദിത്തിത്താരാദിത്തിത്തൈ തിത്തൈതകതൈതൈതോ ചമ്പക്കുളം പള്ളിക്കൊരു തിത്തൈതകതൈതൈതോ.
എല്ലാവർക്കും നമസ്കാരം. നാസർ സാറ്, വേണു സാറ്, ശ്രീനിവാസേട്ടൻ, പവിത്രേട്ടൻ, ജോണി സാർ, അങ്ങനെ ഇനി എല്ലാവരും പേര് ഞാൻ പറയുന്നില്ല. ഒരുവിധം അറിയാം. എന്തോ പറയാ, ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു സെൻഡ് ഓഫ് കിട്ടണം ഇതുപോലെ കേട്ടോ. കാരണം കോളേജിൽ ഒക്കെ സ്റ്റാഫ് ക്ലബിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഇങ്ങനെ ഒരു സെൻഡ് ഓഫ് ആദ്യമായിട്ടാണ്. 9 കൊല്ലമായി ഞാനിവിടെ വർക്ക് ചെയ്യണം. 2015 വന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ കുറേ അധികം പ്രിൻസിപ്പൾമാർ, നാസർ സാറ്, ഷീബ ടീച്ചർ, വേണു സാർ, ബാബുരാജ് സാറ്, അങ്ങനെ സദാശിവൻ സാറ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ സാറിന്റെ കീഴിൽ പ്രിൻസിപ്പാളായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ട്, സാർ പ്രിൻസിപ്പാളായിട്ട് ഞാൻ കീഴിൽ വർക്ക് ചെയ്തിട്ടില്ല. പിന്നെ സുബ്രഹ്മണ്യൻ സാറും സദാശിവൻ സാറും ഫസ്റ്റ് ഇയർ ഇലക്ട്രിക്കലാണ് പഠിപ്പിച്ചിരിക്കുന്നത്. നാസർ സാറിന്റെ ഒക്കെ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ് 95 ഞങ്ങൾ ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് സാറ് അവിടെ ജോയിൻ ചെയ്തത്. നാസർ സാറ്, രമേശ് സാറ്, ബിന്ദു ടീച്ചർ, അങ്ങനെ 3 പേര്. 2015 വന്നതാണ്. അന്ന് വന്നപ്പോൾ തന്നെ എനിക്ക് അലൂമിനിയുടെ ട്രഷറർ സ്ഥാനം തന്നു. അത് നാസർ സാറും പവിത്രേട്ടനും കൂടിയിട്ടാണ്. ഇലക്ട്രിക്കലിൽ ഉണ്ടായിരുന്ന ഒരു മുരളീധരൻ സാറായിരുന്നു അന്ന് ട്രഷറർ. അവിടേക്കെന്നാണ് എനിക്ക് ചാർജ് കിട്ടിയത്. പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ 9 കൊല്ലമായി. ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ അലുമിനി കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടെന്നാണ് കരുതുന്നത്. ഞാനല്ല കൊണ്ടുപോകുന്നത് കേട്ടോ. സത്യം പറഞ്ഞാല് ഇവിടെ ഇപ്പൊ ഇരിക്കുന്ന ഈ ആൾക്കാര് അവരുടെ ഒരു എനർജി കണ്ടിട്ട് അതിന്റെ പുറകെ ഓടാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. അല്ലാതെ അതൊരു ഭയങ്കര എനർജിയാണ്. ഇപ്പൊ നമ്മുടെ NBA വിസിറ്റിന്റെ സമയത്താണെങ്കിൽ പോലും ചെയർമാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അലുമിനിയുടെ ഒരു സ്ട്രെങ്ത് ആണ്. ആ സ്ട്രെങ്ത് വേണു സാർ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാര് അദ്ദേഹം വന്നിട്ട് പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും നമ്മുടെ അലുമിനിയുടെ മെമ്പേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള മറുപടികളായിരുന്നു. അത് ആ ഒരു ജനറേഷൻ തൊട്ട് കഴിഞ്ഞ കൊല്ലം പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികൾ വരെ അന്നത്തെ മീറ്റിങ്ങിന് പങ്കെടുത്തിരുന്നു. അതൊരു ഭയങ്കര സ്ട്രെങ്ത് ആണ്. കേരളത്തിലൊരു പോളിടെക്നിക്കിനും ഇത്രയും നല്ലൊരു അലുമിനി ഉണ്ടെന്ന് അവകാശപ്പെടാനില്ല. അതൊരു ഫാക്റ്റാണ്. ഇപ്പൊ MTAയിൽ അലുമിനി ഉണ്ടെന്ന് പറഞ്ഞാലും ഇതുപോലെയുള്ള ഇതൊന്നും അവിടെ ഇല്ല. MTA എന്നല്ല, ഒരിക്കലും ഇല്ല എന്ന് തോന്നുന്നു. പിന്നെ ഇപ്പൊ ഈ NBA അക്രഡിറ്റേഷന്റെ ഒരു വർക്ക് വന്നപ്പോ പല കോളേജുകളിലും അലുമിനിയെ സ്ട്രെങ്തൻ ചെയ്യാനും പുതിയതായിട്ട് ഫോം ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണ് അലുമിനികൾ പല കോളേജുകളിൽ ഇപ്പോൾ വന്നു തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ 9 കൊല്ലമായി. 9 കൊല്ലമായപ്പോ ഇനിയിപ്പോ ഒരു മാറ്റം വേണമെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അല്ല, സത്യം പറഞ്ഞാല് ഞാൻ 3 കൊല്ലമാണല്ലോ നമ്മുടെ ഒരു ടെന്യൂർ. അപ്പൊ 3 കൊല്ലം കഴിയുമ്പോ ഞാൻ ട്രാൻസ്ഫറിന് റിക്വസ്റ്റ് കൊടുക്കാറുണ്ട്. സേഫ് ആവാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. പക്ഷെ വേറെ ആരും ഇങ്ങോട്ട് വരാനില്ലാത്തത് കൊണ്ട് നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്ത് പോവാണ് പതിവ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ PSC ഒരു ലിസ്റ്റ് ഉണ്ട്, കമ്പ്യൂട്ടർ ലെക്ചർമാർ ഒരു ലിസ്റ്റ് ഉണ്ട്. അതിൽ നിന്ന് ചിലപ്പോൾ പോസ്റ്റിംഗ് നടന്നേക്കാം. അപ്പൊ പിന്നെ നമ്മളുടെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും. പിന്നെ ഇനിയിപ്പോ 6 കൊല്ലമാണ് എനിക്ക് സർവീസ് ഉള്ളത്. ടൗണിൽ ഞാൻ MTAയിൽ ഇതുവരെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ്. പിന്നെ 2 ആളും കൂടി ഒരുമിച്ച് പോയി വരാമെന്ന് കരുതുന്നു. 2 ദിവസം ഇപ്പൊ ഞങ്ങൾ അങ്ങനെ പോയി നോക്കി. അങ്ങനെ ഇതുവരെ കുഴപ്പമില്ല. അങ്ങനെ അതൊക്കെ കരുതിയിട്ടാണ് ഇപ്പൊ പോകാന്ന് വിചാരിച്ചത്. പിന്നെന്താ പറയാ, നല്ല ഭക്ഷണവും ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രോഗ്രാം അവസാനിച്ചിരിക്കുന്നു. ഭക്ഷണം കഴിഞ്ഞ ശേഷം എല്ലാവരും സംസാരിക്കുകയാണ്. ഒരു 1 ഡേ ടൂറിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. നടക്കുമായിരിക്കും. കൂട്ടത്തിലുള്ള ഒരാളെ തോട്ടത്തിലേക്കാണ് പറയുന്നതായി കേട്ടത്. ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ലിഫ്റ്റിൽ കയറുകയാണ്. നമ്മുടെ ഷെജിൻ സാറും വൈഫും ഷുക്കയും നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റുകളാണ്. ഷെജിൻ സാറിനും വൈഫിനും എല്ലാവിധ ആശംസകളും. താങ്ക് ഫോർ വാച്ചിങ്.